ഒരു കാലഘട്ടമാണ്. 1579 അദ്ദേഹം ജനിക്കുന്നത്. 1579 ഡിസംബർ 9 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ വർണ്ണവിവേചനമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം വളർന്നു വന്നത് ഈ ഒരു ആക്ഷേപത്തിന്റെ നടുവിലാണ്. എല്ലാവരും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന, അതുപോലെ തന്നെ ഒരു സെർവന്റ് ഗേൾ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അമ്മ. അവിടുത്തെ ഒരു വേലക്കാരിയായിരുന്നു. അപ്പം വേലക്കാരിയിൽ ജനിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം ഒന്ന്, അതിൻ്റെ കൂടെ ഇങ്ങനെ കറുത്ത വംശജരെന്നുള്ള ആക്ഷേപം വേറൊന്ന്. ഇദ്ദേഹത്തിന് ഒരു സഹോദരിയും കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും കറുത്തതായിരുന്നു. ഈ മക്കൾ കറുത്തതായതുകൊണ്ട് അപ്പന് ഇവരെ ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹം ഈ മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് കുറെ കാലത്തേക്ക് നാട് വിട്ടുപോയി. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ദാരിദ്ര്യത്തിലാണ് ഈ അമ്മ ഈ മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്, രണ്ടുപേരെ. അതുകൊണ്ട് തന്നെ ആക്ഷേപത്തിന്റെയും നടുവിൽ വളർന്നു വരുന്ന ഈ മാർട്ടിൻ ഡി പോറസിന് ദാരിദ്ര്യം, ധനമില്ലാത്ത, ഭക്ഷണമില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യം അങ്ങേയറ്റം ഉണ്ടായിരുന്നു. അതും അദ്ദേഹത്തിന് വലിയൊരു വിഷമസന്ധിയായിരുന്നു. പക്ഷേ ഈ രണ്ട് കാര്യത്തിലും അദ്ദേഹത്തിന് യാതൊരു പരാതിയില്ലായിരുന്നു. കുഞ്ഞായിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നിറത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സന്തോഷിച്ചു. ഇത് ദൈവത്തിന്റെ സമ്മാനമായിട്ട് കണ്ടു. ദാരിദ്ര്യത്തിലും അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ കുഞ്ഞു പെങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, നമ്മൾക്ക് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന സമ്മാനം, ആ സാഹചര്യത്തെ അതുപോലെ സ്വീകരിക്കുന്നതാണ് ദൈവഹിത പ്രകാരമായ ഉള്ള ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹം ഈ ചെറുപ്പം മുതലേ കുഞ്ഞായിരിക്കുന്ന മാർട്ടിൻ ഇത്രമാത്രം ദരിദ്രം വളർന്നതെങ്കിലും ഈ കുഞ്ഞു മാർട്ടിനുണ്ടായിരുന്ന വലിയൊരു പുണ്യമായിരുന്നു ദരിദ്രരോടുള്ള അനുകമ്പ, ഭയങ്കരമായ സ്നേഹം. തന്നേക്കാൾ ദരിദ്രരായ ആരെ കണ്ടാലും തനിക്കുള്ളത് കൊടുക്കുമായിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ, അമ്മ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. അപ്പൊ അമ്മ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന കുറച്ച് പൈസ കൊണ്ട് മക്കളെ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിടും. മകനെ പറഞ്ഞു വിടും, എടാ നീ പോയി ഇന്ന സാധനം മേടിച്ചുകൊണ്ട് പോവാ എന്ന് പറയും. അവൻ അവിടെ പോകുന്ന വഴിക്ക് ഒരു ദരിദ്രനെ കണ്ടാൽ ഈ പൈസ എടുത്ത് ആ ദരിദ്രർക്ക് കൊടുക്കും. എന്നിട്ട് ഇവൻ വെറും കൈയോടെ തിരിച്ചു വരും, ഒന്നും മേടിക്കാതെ. അമ്മ ഇവനെ കൊണ്ട് സഹി കെട്ടു. കാരണം എന്താ, ഒന്നും തിന്നാനില്ലാത്ത വീട്ടിൽ എന്തെങ്കിലും ഒരു നേരമെങ്കിലും, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടിയ ഒരു കുഞ്ഞു പൈസ കൊണ്ട്, ഒരു ഇത്തിരി കാശ് കൊണ്ട് അവന് മാർക്കറ്റിലേക്ക് വിടുന്നത്. ആ മാർക്കറ്റിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ കൊണ്ടുപോയി അത് ദാനം ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരു ദിവസം അമ്മ ഇങ്ങനെ ഈ കുഞ്ഞിന് പൈസ കൊടുത്തിട്ട് പറയടാ, നീ എന്നും ചെയ്യുന്നത് ചെയ്യരുതേ, ദയവായി എന്നെങ്കിലും നീ എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാ, നീ ഈ പൈസ എങ്കിലും നഷ്ടപ്പെടുത്തുക, നീ വിചാരിച്ച് ഞാൻ നിന്നെ അയക്കുവാണെന്ന് പറഞ്ഞ് ഈ അമ്മ അവനെ അയച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു മാർട്ടിൻ എന്ത് ചെയ്യുന്നറിയാമോ, പോയ വഴിക്ക് ദരിദ്രയായ ഒരു സ്ത്രീയെ കണ്ടു. അവൾ 3-4 ദിവസം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവനാണെങ്കിൽ ഒരു പക്ഷേ തലേദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവൻ ചിന്തിക്കുകയാണ്, എന്നെക്കാളും ദരിദ്രയായി ഈ സ്ത്രീക്കല്ലേ ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ പൈസ അവന്, ആ അമ്മയ്ക്ക്, ആ സ്ത്രീക്ക് ദാനം കൊടുത്തിട്ട് തൊട്ടടുത്ത പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എന്നെ ശകാരിക്കാതെ ഞാൻ ചെയ്തു തന്നെന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സഹായിക്കണേ. ഇത് പറഞ്ഞ് അവൻ തിരിച്ചു വരികയാണ്. അന്നും തിരിച്ചു വന്നപ്പോൾ വെറും കൈയോടെ വരുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവർ അന്നത്തതും കൊണ്ടുപോയി ദാനം ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, അതായത് മാർട്ടിൻ ഡി പോറസിന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയായി നിൽക്കുന്ന ഒന്നാണ് ദരിദ്രരോടുള്ള സ്നേഹം. അതെല്ലാ കാലത്തും, കുഞ്ഞു മാർട്ടിൻ ആയിരുന്നപ്പോൾ മുതൽ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു. അദ്ദേഹം വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ പിന്നീട് ഈ ഭർത്താവിന്, അതായത് ഇവന്റെ ഈ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെയും കുഞ്ഞുമകളുടെ അപ്പൻ നടുവിട്ട് പോയല്ലോ. കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു മാനസാന്തരം ഉണ്ടായെന്നും അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നുവെന്നും അങ്ങനെ ആ കുടുംബത്തെ നോർമൽ ശുശ്രൂഷയിൽ നോക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു ചരിത്രത്തിൽ മനസ്സിലാക്കിയത്. പക്ഷെ ഈ ദാരിദ്ര്യത്തിന്റെ സമയത്ത് ഈ കുഞ്ഞു മാർട്ടിൻ എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് ഒരു ബാർബറായിട്ടുള്ള ജോലിയാണ് കിട്ടിയത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ, 7-8 വയസ്സുള്ള പ്രായത്തിൽ തന്നെ ഒരു ക്ഷൗരക്കാരൻ്റെ, ഒരു ബാർബറുടെ കൂടെ നിന്ന് ഈ മുടി വെട്ടുന്ന ജോലി അദ്ദേഹം പരിശീലിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഈ ബാർബർമാർക്ക് സർജന്റെ, അതായത് വൈദ്യന്റെ ചില ജോലികളും കൂടെ അറിയാമായിരുന്നു പോലും. ഒന്ന് ഈ ഷേവ് ചെയ്യുന്ന സമയത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാനുള്ള ചില മറുമരുന്നുകൾ അവർക്ക് അറിയാമായിരുന്നു. പിന്നെ ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന രോഗികളോ അല്ലെങ്കിൽ അപകടം പറ്റിയവര്, ശരീരത്തിൽ മുറിവേറ്റവരൊക്കെ ഈ ബാർബർമാരുടെ അടുത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത് പോലും. അപ്പോൾ അവര് ഇങ്ങനെയുള്ള മരുന്നിന്റെ പൊടിക്കൈകൾ അറിയാമായിരുന്നു. അങ്ങനെ ഈ കൊച്ച് മാർട്ടിൻ ഈ ബാർബറുടെ കൂടെ നിന്ന് മുടിവെട്ടാനും പഠിച്ചു. അത്
അതിൻ്റെ കൂടെ തന്നെ ഈ രോഗികളെ ചികിത്സിക്കാനുള്ള മരുന്നുകൾ പഠിച്ചു. ഹെർബ്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക, നാട്ടുവൈദ്യം ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ച് അങ്ങനെ അദ്ദേഹം വളർന്നു വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ രോഗികളോടുള്ള സ്നേഹവും ദരിദ്രരോടുള്ള സ്നേഹവും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വന്നു. ഞാനൊരു വീഡിയോയിൽ കേട്ടത്, ഇദ്ദേഹത്തിന് ആ ബാർബറുടെ കൂടെ നിന്ന് വലിയൊരു ദൈവാനുഗ്രഹമായി. കാരണം എന്താ, ബാർബർ അത്ര വലിയ സ്നേഹമുള്ള ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ല. അപ്പം സമയത്ത് വന്നാൽ, അതായത് ഇദ്ദേഹം കിടക്കാൻ പോയി അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആരെങ്കിലും ഒരു ചികിത്സയ്ക്ക് വരികയോ അല്ലെങ്കിൽ ഒരു അപകടം, ഒരു രോഗാവസ്ഥയിൽ സഹായിക്കാൻ വേണമെന്ന് പറഞ്ഞു വരികയോ ഒക്കെ ചെയ്താൽ ഇദ്ദേഹം ഒരിക്കലും അതിന് പോവുകയില്ല. അദ്ദേഹം പറയും, ഇപ്പോൾ ഞാൻ അതിനുള്ള സമയമല്ല, ഞാൻ മടുത്തു, ഞാൻ വരികയെന്ന് പറയും. അപ്പോൾ അങ്ങനൊരു സംഭവം, പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു സംഭവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇങ്ങനെ മരണാസന്നനായി വീട്ടിൽ പനി പിടിച്ച് രോഗം പിടിച്ച് കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി ഒരു അമ്മ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഈ ബാർബറുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല, രാത്രിയായി, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് അന്ന് ഈ നമ്മുടെ കൊച്ചു മാർട്ടിനെഞ്ചി അവിടെ ഉറങ്ങാൻ പറ്റിയില്ല. അത് ഈ അമ്മയുടെ കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മരുന്നുകൾ, അതായത് ആ സമയത്തോടുകൂടി ഈ കുട്ടി കുറേ മരുന്നുകൾ പഠിച്ചു. ഈ മരുന്നുകളും കൊണ്ട് ഈ അമ്മയുടെ കൂടുതൽ പോയി ആ വീട്ടിൽ ചെല്ലുക. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഈ മരുന്ന് ആ കുട്ടിക്ക് കൊടുത്ത് പിന്നീട് തിരിച്ചു വന്നിരുന്ന മാർട്ടിൻ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക.